മോനെ മക്കളെ ഡാർക്ക ഇനി ഇങ്ങനെ വല്ല കാണിച്ചാ നിന്റെ ഒരു കാലി ചവിട്ടി മറ്റേ കാല് വലിച്ചു കയറി ഞാൻ ഇടും. സ്കൂളിൽ പോയാൽ പോയതുപോലെ വന്നോളാം, മനസ്സിലായില്ലേ? പോ അതോ. ഓ ഇങ്ങനെ ആയിരിക്കും കുട്ടികളെ പറയേണ്ടത്. എടി നീ ആ വീട് നിനക്ക് എന്റെ പപ്പമാവൻ അറിഞ്ഞൂടെ? ഞാൻ വിചാരിച്ച് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ എംബോക്കി അങ്ങേരായിരിക്കുന്നു. പക്ഷെ നിന്നെ പെണ്ണ് കാണാൻ വന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് വലിയൊരു ഐറ്റം നിന്റെ വീട്ടിലുണ്ട്. ഓ എന്റെ അച്ഛനായിരിക്കും. ആ എംബോക്കിയല്ല, ഇത് വേറെ. നിന്റെ അനിയൻ, എന്റെ അനിയൻ ശംഭു, അവനെ കൊണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് അവൻ എന്നെ ഞെട്ടിച്ച്. എടി അവനാണ് FB-യിൽ പോസ്റ്റ് ഇട്ടത്. അത് കണ്ടിട്ടാണ് കൊച്ചിനെ ഇങ്ങനെ കിട്ടിയത്. ഓ എന്നിട്ടാണ് ഇത്രയും നേരം അവനെ കുറ്റം പറഞ്ഞത്. കേട്ടോ സ്മിതേ, ഒരു നല്ല കാര്യം അവനെ കുറിച്ച് ഒന്നും പറയത്തില്ല. എങ്ങനെ നല്ലത് പറയാൻ അവനെ കുറിച്ച്? അവൻ എന്തോ നല്ലതാണ് ചെയ്തത്. വെറും വൃത്തിയിട്ടവൻ. സ്മിതയും സുരേഷും കേൾക്കണം. ഇൻ 2010 ഇവളുടെ പേരിലുള്ള വീടും പറമ്പും ആരും അറിയാതെ പണയം വെച്ച് പട്ടായെ ചെന്ന് കുത്തിമറിഞ്ഞിരിക്കുന്നു ആ മാക്രിതലൻ. എന്നിട്ട് ആ ആധാരം പലിശയും കൂട്ടുപലിശയും അടച്ച് തിരിച്ചെടുത്തത് ഞാൻ. അതിനുവേണ്ടി 4 കൊല്ലം ഞാൻ ഗൾഫിൽ ചെന്ന് കുബൂസ് നിന്ന് കിടന്നു. എന്റെ 4 വർഷത്തെ യൗവനം പോയി. അന്നവൻ കുഞ്ഞല്ലേ? കുഞ്ഞ അന്ന് അവനെ കാണാൻ കിങ് കോങ്ങിന്റെ കളർ ഫോട്ടോ കോപ്പി പോലെയാണ് ഇരുന്നത്. ഇന്നും ആദ്യം ഇവിടെ ആഹാരം കഴിക്കാത്ത ബഹളം വെക്കുമ്പോൾ അവന്റെ പഴയ ഫോട്ടോ കാണിച്ച് പൂച്ചാണ്ടി വരുമെന്ന് പേടിപ്പിച്ചാണ് ഞാൻ ഒതുക്കുന്നത്.